അപ്പോൾ എല്ലാവർക്കും ഇനി വാണ്ടേക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മൾ കിച്ചണിലേക്ക് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായ കുപ്പികളാണ് നമ്മൾ മേടിച്ചേക്കണത്. അതിന് തുച്ഛമായ വിലയും വന്നിട്ടുള്ളൂ. അപ്പോൾ എന്നോട് നമ്മളിത് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ACPയുടെ ബോർഡ് വെച്ച് നമ്മൾ ഈ സാധനം ഉണ്ടാക്കണം. അതായത് വേസ്റ്റ് ആയിട്ടുള്ള ACPയുടെ ബോർഡ് വെച്ച് നമ്മൾ ഉണ്ടാക്കണം ഈ സാധനം. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ അപ്പോൾ ഇത് മുറിച്ചെടുക്കേണ്ടത് നമ്മൾ നൈഫിനാണ് ഈ സാധനം കട്ട് ചെയ്യണത്. 2 വര വരച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നേരെ നമുക്ക് സിമ്പിളായിട്ട് ഒടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി എടുത്തേക്കണം 3 റൗണ്ടിലെ പീസ് നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് 4 പീസാണ് വേണ്ടത്. അപ്പോൾ ഇതുമ്മേണ് കുപ്പിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. എല്ലാ ഹോളും ഇതുമ്മേണ് നമുക്ക് വരാൻ പോകുന്നത്. നമുക്കപ്പോൾ വന്നത് 5 കുപ്പിയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 5 കുപ്പിയുടെ അടിഭാഗത്ത് നമ്മൾ എല്ലാത്തിൻ്റെയും നമ്മൾ ഹോൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ ബ്ലേഡിനെ അങ്ങോട്ട് വരഞ്ഞിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി അന്നത്തെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാലും മാത്രമേ നമുക്ക് ഈ സാധനം താഴത്തേക്ക് വീഴുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ കുപ്പിയും റൗണ്ടുമ്പോൾ നമ്മൾ നിരത്തി വെക്കുകയാണ്. അതായത് കറക്റ്റ് അടയാളം അറിയാൻ വേണ്ടിയാണ് നമ്മളിത് റൗണ്ടുമ്പോൾ നമ്മളെടുത്ത് വെക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും. നമുക്ക് അല്ലാണ്ട് നമുക്ക് കറക്റ്റ് ആകില്ല. അപ്പോൾ നമ്മളിതെല്ലാം വെച്ചിട്ട് നമ്മൾ ആ സാധനം കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മളെല്ലാം ഹോൾ അടിക്കണം. എന്നുണ്ടെങ്കിൽ ഹോൾ എന്ന് പറഞ്ഞാൽ ഇതുമ്പോൾ വന്നത് 2.5 ഇഞ്ച് ഹോളാണ് വന്നത്. ആ കുപ്പിയുടെ വാവട്ടത്തിനനുസരിച്ചുള്ള ഹോളാണ് നമ്മൾ മടിക്കാൻ പോണത്. ഇത് 2ാമത്തെ പീസാണ്. ഇതുമ്പോൾ വന്നത് 1 ഇഞ്ചിൻ്റെ ഹോളാണ് ഇതുമ്പോൾ വന്നത്. ഇത് ഏറ്റവും അടിയിൽ വന്ന ഒരു ഭാഗമാണത്. അപ്പോൾ നമ്മളിതുമ്പോൾ ഇനി അടുത്തത് അതുമ്പോൾ വെച്ച് തന്നെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കറക്റ്റ് ചെയ്തിട്ട് നമ്മളിനി ഹോള് അടിക്കാൻ പോണത്. ഇത് ഏറ്റവും ടോപ്പിൽ തന്നെ ഭാഗമുണ്ട്. അപ്പോൾ ഇതുമ്പോൾ നമ്മൾ ഹോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ കുപ്പിയിട്ട് വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു പീസ് നമ്മൾ ആ റൗണ്ട് പൊട്ടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ വളച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമ്മളെ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൂടുതലും ഈ ബോർഡ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തത്. അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ ട്രേയും കാര്യങ്ങളും വന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം വളച്ചിട്ട് ഇതുമ്പോൾ നേരെ ഒട്ടിച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ട്രേ ആണ്. അതിൻ്റെ ഉൾഭാഗത്ത് തന്നെ ഒരു ട്രേ ആണ്. അപ്പോൾ നമുക്കത് അതിനെ അളവൊന്നും അങ്ങനെ വേണ്ട. നമുക്കൊരു കറക്കി ഒപ്പിച്ചുള്ള ഒരു ചെറിയൊരു ട്രേ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ സ്ലോപ്പ് പോലെ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ട്രേ കയറാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ 2 പീസ് ആണ്. ഇപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ വെച്ച് സാധനം വരച്ചിട്ട് നമ്മൾ അതുപോലെ ആ റൗണ്ട് പോലെ കട്ട് ചെയ്തിട്ടാണ് അതുമ്പോൾ ഒരു പീസ് ആ ഷേപ്പിൽ തന്നെ വളച്ച് നമ്മൾ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഒരു ട്രേയുടെ ഒരു ഇതായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങോട്ട് തെന്നിപ്പോണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ചെറിയൊരു പീസ് നമ്മളത് വെച്ചേക്കണത്. അല്ലെങ്കിൽ അങ്ങോട്ട് തെന്നിപ്പോകും. ഈ ഒരു പീസും കൂടിയാണ് നമ്മളെല്ലാ സാധനം താഴത്തേക്ക് വീഴുന്നത്. അത് ഈ റൗണ്ട് പീസുമ്പോൾ തന്നെ ഇത് തുളച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വീഴുമ്പോൾ തടയാനുള്ള ചാൻസ് കൂടുതലുണ്ടാകും. അതാണ് നമ്മൾ ഇത്ര നൈസായി സാധനം എടുത്തത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇതിന് മുകളിലിട്ട് ഈ കുപ്പികളെല്ലാം കറങ്ങി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തടയില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു തകട എടുത്തേക്കണിട്ട് അത് ആ ഒരു പീസിൻ്റെ കനത്തിൽ നമ്മൾ കൊതഞ്ഞിറക്കി അത് ലെവൽ ചെയ്ത് കളയാണ്. അപ്പോൾ നമ്മൾ ഹോൾ അടിക്കുന്നുണ്ട്. ഈ പീസ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ചെറിയ തകടുമ്പോൾ നമ്മൾ ഈ ഹോള് അടിക്കണതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് സ്റ്റോപ്പറാണ് വെക്കാൻ പോകണത്. എന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം താഴത്തേക്ക് വീഴാണ്ടിരിക്കാൻ അടയാനും ഉള്ള സംഭവം വെച്ചാണ്. അപ്പോൾ നമ്മൾ ആ തകട് വെച്ചേക്കണതിൻ്റെ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിൻ്റെ അടിയിലാണ് നമ്മൾ ഈ സ്റ്റോപ്പർ കയറ്റിക്കൊണ്ടത്. അത് വെറുതെ 2 പീസ് സൈഡിൽ വെച്ചുകൊണ്ട് അത് കയറാനുള്ളൊരു സെറ്റപ്പായിട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലാണ്ട് അതിന് വലിയ ഇതൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ കിടന്ന് ലൂസായിട്ട് കയറിക്കൊള്ളുന്നതാണ്. അപ്പോൾ അതും ഒരു സ്പ്രിങ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മളിങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലായിടത്തും ഒരു ചെറിയ പീസ് ഒട്ടിച്ചു. അതായത് ഇതിൻ്റെ ഉള്ളിൽ വെക്കണ പീസ് താഴത്തേക്ക് ഇറങ്ങിപ്പോണ്ടിരിക്കാൻ വേണ്ടിയാണ് ആ പീസ് നമുക്ക് 4 പീസ് നമ്മൾ ഒട്ടിച്ചു വെച്ചേക്കണത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിങ്ങനെ സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ താഴത്തേക്ക് പോകുകയുമില്ല. അപ്പോൾ അത് സ്റ്റോപ്പറായിട്ട് ആ സാധനം അവിടെ നിന്നോളും. അതിൻ്റെ മുകളിലാണ് നമ്മൾ കുപ്പിയെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഓരോ ഹോൾ അടിച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ആ സ്റ്റോപ്പർ നമ്മൾ പുറത്തേക്ക് തള്ളി വെക്കും അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തേക്കാണ്. മാർക്ക് ചെയ്തിട്ടാണ് നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റോപ്പർ മനസ്സിലാകണുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ സ്റ്റോപ്പർ കയറിപ്പോയിട്ടാണ് ഈ ഹോൾ അടഞ്ഞു പോകുന്നത്. ഈ സ്റ്റോപ്പറാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇടുന്നത്. അത് കറക്റ്റായിട്ട് അടഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ചെയ്തേക്കണത് തന്നെ. പിന്നെ നമുക്ക് വേണ്ടി സ്പ്രിങ് ആണ് എടുത്തേക്കുന്നത്. സ്പ്രിങ് നമ്മൾ എടുത്തേക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രില്ലിൻ്റെ കാർബൺ കത്തിപ്പോയിട്ട് അത് ഉപയോഗശൂന്യമാകുമ്പോൾ നമ്മൾ ആ സ്പ്രിങ് അത് എടുത്തേക്കണം. എന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള നല്ലൊരു നമുക്ക് അത്യാവശ്യം വേലുള്ള സ്പ്രിങ് ആണത്. പിന്നെ നമ്മൾ ആ സ്പ്രിങ് നമ്മൾ നേരെ ചെയ്യണ ഒരു ചെറിയ കമ്പി എടുത്തിട്ട് നമ്മൾ ആ സാധനം നമ്മൾ മടക്കി നല്ല ടൈറ്റാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ സ്റ്റോപ്പറുമ്മയാണ് നമ്മൾ ഈ കമ്പി കൊളത്തിയിരുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയിക്കൊണ്ട് ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റം നമ്മൾ ബാക്കിൽ കൊണ്ടുപോയി ആ സാധനം വേറൊരു കമ്പിയായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആ സാധനം ഉറപ്പിക്കുകയാണത്. അപ്പോൾ ഇതുകൊണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ പോരുകയും ചെയ്യും, അതുപോലെ തന്നെ തന്നെത്താനും ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്പ്രിങ്ങിന് ഇന്നത്തെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കമ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന റോളറിൻ്റെ ഒരു കമ്പിയാണ്. ഉപയോഗശൂന്യമായ ഒരു റോളറിൻ്റെ അടുത്താണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ തുമ്പത്തൊരു ചെറിയ വെട്ടിട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ കയറ്റിക്കൂടാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സാധനം ലോക്ക് ചെയ്ത് വെക്കേണ്ടത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമേണ് എല്ലാ സാധനം വന്ന് നമ്മൾ ഈ സാധനം എല്ലാം സെറ്റ് ചെയ്യണ ഈ ഒരു കമ്പിയുമാണ് ആണ്. ഇതുപോലെ ലോക്കായി കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്പിയുടെ തുമ്പത്തൊരു വെട്ടിട്ടേക്കണത്. അപ്പോൾ നമ്മൾ എല്ലാ കുപ്പിയും ഇത് മുട്ടിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ആ ഹൈടെക് ഹോൾ അടിച്ചേക്കണ എല്ലായിടത്തും നമ്മൾ ഗ്ലൂ ഉപയോഗിച്ചാണ് ഈ സാധനം ഒട്ടിക്കണം. അതുകൊണ്ടെങ്കിൽ അതെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടൊരു ഗ്യാപ്പും ഇല്ലാണ്ട് ഈ സാധനം അവിടെ പതിഞ്ഞിരുന്നോളൂ. എന്നിട്ട് കുറച്ച് പശ എന്തെങ്കിലും സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒട്ടിയാൻ കണ്ടിരുന്നോളൂ. പിന്നെ ഒരു സാധനം പോലും അതിൻ്റെ ഉള്ളിലോട്ട് കയറില്ല. പിന്നെ നമ്മൾ ചെയ്തേക്കണത് ഇതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു വെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ അതും ഒരു ബുഷ് വെക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലും ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ലോക്കായി കിടക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. നമ്മൾ ആ സാധനം ഉറപ്പിച്ച് കളയണത്. അപ്പോൾ നമ്മൾ 4 ബുഷ് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമ്മളെപ്പോഴും ഈ പഴയ സാധനം വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണത്. എന്നിട്ട് അത് നമ്മൾ നേരെ ഇതിൻ്റെ അടിയിൽ അങ്ങോട്ട് ഒട്ടിച്ച് കളയണം അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ കണ്ടെയ്നറിൻ്റെ പണി ഏതാണ്ടൊക്കെ ഒരു ഇത് അവസാനിച്ചേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും നമ്മൾ സ്റ്റിക്കർ പൊളിക്കാൻ നിന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് നേരത്തെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറച്ചും സ്ക്രാച്ച് ആകും. അതാണ് നമ്മൾ നേരത്തെ പൊളിക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും ഫിനിഷിംഗ് ആയിട്ട് നമ്മളിഞ്ഞ് കടല, പരിപ്പ്, പയർ എന്നീ 5 കൂട്ടങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കവർ ചെയ്യുന്നെടുത്തിട്ട് ആ അടപ്പനൊക്കെ തുറന്ന് വെച്ചിട്ട് നമ്മളെല്ലാ സാധനവും നന്നിട്ട് ആഡ് ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രേ തുറന്ന് നമ്മൾ നന്നെടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പണിയെല്ലാം തീർന്നേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കുപ്പിയിൽ ഇട്ട് വെച്ചേക്കണ എല്ലാ സാധനങ്ങളും, അതായത് നമ്മുടെ പയറ് പരിപ്പൊക്കെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സംഭവത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും ഇത് വേസ്റ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ കുപ്പിയോത്തം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.